തിരുവനന്തപുരം പ്രസ് ക്ലബ് പദ്ധതിയുമായി സഹകരിച്ചതുകൊണ്ടാണ് താൻ തട്ടിപ്പിൽ വീണുപോയതെന്നാണ് ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. സ്കൂട്ടർ വിതരണത്തിനായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ഒപ്പിട്ട എംഒയുവും പദ്ധതിയുടെ ഉദ്ഘാടന ചിത്രവും അനന്തകൃഷ്ണൻ പ്രചാരണായുധമാക്കി. ഇതിനിടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറി ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. മാധ്യമപ്രവർത്തകന്റെ കുട്ടിക്ക് ലാപ്ടോപ്പ് നൽകി 2024 ജനുവരി 26 വിതരണോദ്ഘാടനം നടന്നെങ്കിലും എംഒയു ഒപ്പുവെച്ചത് 2024 മാർച്ച് 20 അനന്തകൃഷ്ണനും പ്രസ് ക്ലബ്ബും തമ്മിലുള്ള സഹകരണത്തിലാണ് താനും വീണതെന്നാണ് എൻ രാധാകൃഷ്ണന്റെ വാദം. എന്റെ ഏറ്റവും ബഹുമാനരായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാർജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള, ഞങ്ങളാരുമില്ലാത്ത, ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ ഒരു എംഒയു ഇല്ലെന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു അന്ന് ഈ കരാറിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം രാധാകൃഷ്ണന്റെ മറുപടി. പ്രസ് ക്ലബിനെ പറ്റിച്ചതാണെങ്കിൽ പോലീസിൽ പരാതി നൽകാത്തത് എന്തെന്ന ചോദ്യത്തിനും പ്രതികരിക്കേണ്ടെന്നാണ് ക്ലബ്ബ് ഭാരവാഹികളുടെ നിലപാട്. ഇതിനിടെ പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറി കെ എം സാനു തട്ടിപ്പിനെതിരെ പോലീസിൽ പരാതി നൽകി. രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ സ്കീം നടപ്പാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭരണസമിതിയിലെ സെക്രട്ടറി എതിർത്തിട്ടും അതിന്റെ ഇനാഗുറേഷൻ, ഈ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് ഇനാഗുറേഷൻ നടത്തണം. ഈ അനന്തകൃഷ്ണന് എന്തോ ഒരു പ്രത്യേക ഒരു മാന്യത മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ഇന്റൻഷനോടും കൂടി ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. പദ്ധതിയിൽ ഉൾപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പേരും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ അനുമതിയില്ലാതെ പേര് ഉൾപ്പെടുത്തിയെന്നാണ് പല മാധ്യമപ്രവർത്തകരുടെയും നിലപാട്. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ ഈ മാധ്യമപ്രവർത്തകരുടെ പേരടങ്ങുന്ന ഈ പട്ടിക അനന്തകൃഷ്ണൻ 1000 കോടിയുടെ തട്ടിപ്പിന്റെ വിശ്വാസ്യതയ്ക്കായി ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് സ്കൂട്ടർ നൽകുക വഴി കൂടുതൽ പേരിലേക്ക് തട്ടിപ്പ് വ്യാപിപ്പിക്കാനായിരുന്നു അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മറ്റ് 13 പ്രസ് ക്ലബ്ബുകളും ഉൾപ്പെടുന്ന കേരള പത്രപ്രവർത്തക യൂണിയനെ പദ്ധതിയുമായി സമീപിച്ചെങ്കിലും തട്ടിപ്പ് സാധ്യത തിരിച്ചറിഞ്ഞ് യൂണിയൻ ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാറശാല മുതൽ തളിപ്പറമ്പ് വരെ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ കബളിപ്പിക്കപ്പെട്ടത് നിരവധി പേരാണ്. കുടുംബശ്രീ പ്രവർത്തകർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ വരെ തട്ടിപ്പിനിരയായി. പിരിച്ച പണമെല്ലാം അനന്തകൃഷ്ണന്റെ കയ്യിലില്ല എന്ന് കണ്ണൂർ തളിപ്പറമ്പിലെ സീഡ് കോർഡിനേറ്റർ സുവർണ ന്യൂസ് 18 കേരളത്തോട് വെളിപ്പെടുത്തി. പകുതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് സാധനങ്ങളും വാഗ്ദാനം ചെയ്ത അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ പേരുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുണ്ട്. പാറശാല ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ തട്ടിപ്പിൽ പണം നഷ്ടമായത് 100-ലധികം വനിതകൾക്ക്.